പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് സർഫസസ് കേർവ്സ് ഇൻ സ്പേസ് ഒന്ന് പരിചയപ്പെടാം. ഇൻ 3-dimensional geometry, f of xyz equal to c represents a one-parameter family of surfaces. It is also referred to as level surfaces, has surface normal del f and unit surface normal n cap equal to del f by mod del f, where del f is equal to dou f by dou x I plus dou f by dou y j plus dou f by dou z k. First we are going to see the parametric representation of a surface. The equation f of xyz equal to 0, equation number 1, represents a surface S. Consider the relations x equal to x of uv, y equal to y of uv, z equal to z of uv. അവസാനം നമ്മൾ കാണിക്കും ഇത് ഒരു സർഫസിൻ്റെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഓക്കെ, ഇന്ന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഫോർ ഈച്ച് പെയർ ഓഫ് u ആൻഡ് v there corresponds a set of points x, y, z. യുവിൻ്റെയും വിയുടെയും വാല്യൂസിനനുസരിച്ച് നമുക്കൊരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എക്സ് വൈ സെറ്റ്സ് കിട്ടും ഫ്രം ഇക്വേഷൻ 2. നോട്ട് എവറി പോയിൻ്റ് ഇൻ ദ സ്പേസ് കറസ്പോണ്ട്സ് ടു എ പെയർ ഓഫ് വാല്യൂസ് യു ആൻഡ് വി. പക്ഷേ സ്പേസിലെ എല്ലാ പോയിൻറ്റും എല്ലാ പോയിൻറ്റും ഏതെങ്കിലും യു ആൻഡ് വിൻ്റെ കറസ്പോണ്ടിങ് പോയിൻ്റ് ആവണമെന്നില്ല. സ്പേസിലെ എല്ലാ പോയിൻറ്റ്സും യുവും വിയുമായിട്ട് ഡിപ്പെൻഡ് ആവണമെന്നില്ല. പക്ഷേ ഈച്ച് യു ആൻഡ് വിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് പോയിൻറ്റ്സ് കിട്ടും. ബട്ട് ഇഫ് വി സോൾവ് ദ ഫസ്റ്റ് 2 ഇക്വേഷൻസ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി ആൻഡ് വൈ ഈക്വൽ ടു വൈ ഓഫ് യു വി, we can express u and v as a function of x and y. Say u of lambda xy and v is u equal to lambda of xy and v equal to mu of xy. നമ്മൾ ഫസ്റ്റ് 2 ഇക്വേഷൻസിനെ എക്സ് ഇക്വൽ ടു എക്സ് ഓഫ് യു വിയും വൈ ഇക്വൽ ടു വൈ ഓഫ് യു വിയും സെപ്പറേറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് യുവിനെയും വിനെയും എക്സിൻ്റെയും വൈയുടെയും ടേംസിൽ എഴുതാൻ പറ്റും. യു ഇക്വൽ ടു ലാംഡ ഓഫ് എക്സ് വൈ എന്നും v equal to mu of xy എന്നും. then the corresponding value of z is given by, നമുക്ക് ആ യുവിനും വിക്കും പകരം ലാംഡ ഓഫ് എക്സ് വൈ എന്നും മ്യൂ ഓഫ് എക്സ് വൈ എന്നും z equal to z of u വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ z equal to z of ലാംഡ ഓഫ് എക്സ് വൈ മ്യൂ ഓഫ് എക്സ് വൈ എന്ന് കിട്ടും. thus z മൈനസ് z of ലാംഡ ഓഫ് എക്സ് വൈ മ്യൂ ഓഫ് എക്സ് വൈ equal to 0. അത് വീണ്ടും എന്തായി ഒരു സർഫസിൻ്റെ ഇക്വേഷനായിട്ട് നമുക്ക് കിട്ടി. എക്സിലും വൈയിലും ഇസഡിലുമുള്ള ഒരു സം എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 ഫോമിലാണ്. അതായത് ഇക്വേഷൻ നമ്പർ 1ൻ്റെ ഫോമിൽ നമുക്ക് കിട്ടി. സോ നമുക്ക് പറയാം, എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നതും എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് യു വി വൈ ഈക്വൽ ടു വൈ ഓഫ് യു വി ഇസഡ് ഈക്വൽ ടു ഇസഡ് ഓഫ് യു വി, ഇങ്ങനെ പാരാമീറ്റേഴ്സ് ഇങ്ങനെ എഴുതുന്നതും ഈ 2 റെപ്രസെൻറ്റേഷനും സർഫസിൻ്റെ റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. സോ there is a functional relation of the type equation 1 between the 3 variables x, y and z. Equation 1 express the fact that the points x, y, z lies on a surface, and equation 2 therefore express the fact that any point x, y, z determined from them always lies on a fixed surface. The relation 2 are called parametric equation of the surface. സോ നമ്മൾ എക്സിനെയും വൈനെയും ഇസഡിനെ വേറെ 2 വേരിയബിൾസിൻ്റെ യുവിൻ്റെ വിൻ്റെ ടേംസിൽ എഴുതുന്ന ആ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതെന്തിനെ തന്നെയാണ്, ഒരു സർഫസിനെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് സ്പിയർ സെൻറ്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് എ, സ്പിയറിൻ്റെ പാരാമീറ്റർ റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. ദ സ്പെരിക്കൽ സർഫസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഹാസ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എക്സ് ഈക്വൽ ടു എ കോസ് യു കോസ് വി, വൈ ഈക്വൽ ടു എ കോസ് യു സൈൻ വി, ഇസഡ് ഈക്വൽ ടു എ സൈൻ യു. നമുക്ക് ഈ എക്സ് വൈ ഇസഡ്സ് ഈ സ്പിയറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് തന്നെ കിട്ടും.
ഈ 3 അതിൻ്റെ എന്താണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷനാണ്. പക്ഷേ ഒരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ എപ്പോഴും യൂണിക് ആവണമെന്നില്ല. ഒരേ സ്പിയറിന് ഇപ്പോൾ ഈ സ്പിയറിന് തന്നെ പല പാരാമെട്രിക് റെപ്രസെൻറ്റേഷനും ഉണ്ട്. ഇത് അതിൻ്റെ ഒരെണ്ണം മാത്രമാണ്. അതിന് താഴെ കൊടുത്തിട്ടുള്ള 2 എണ്ണം സ്പിയറിൻ്റെ തന്നെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻസ് ആണ്. ഇറ്റ് ഷുഡ് ബി ഒബ്സർവ്ഡ് ദാറ്റ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർഫസ് ഈസ് നോട്ട് യൂണിക്. 1 x x sin u cos c, y a sin u sin b, z a cos u. അതും എന്ത് തന്നെയാണ് ഒരു പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി സ്പിയർ x² + y² + z² = a² ആണ്. അതുപോലെ അടുത്തതും x a × 1 - b² / 1 + b² × cos u, y a × 1 - b² / 1 + b² × sin u, z 2ab / 1 + b². Both 1 and 2 also represents the spherical surface x² + y² + z² = a². ഇനി നമ്മൾ പറയുന്നത് ഒരു സർഫസിനെ നമുക്ക് കേർവ്സ് വെച്ച് ജനറേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. A surface can be considered as a generated by a family of curves. A point xyz whose coordinates satisfy the equations z = k and f of xyz = 0, x actually lies on a curve fk on the plane z = k. അതായത് സർഫസിലെ ഒരു പോയിൻ്റ് നമ്മൾ ഒരു എഫ് ഓഫ് എക്സ് വൈ സെഡ് = 0 എന്ന ഒരു സർഫസിലെ ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് ഒരു കർവിലെ പോയിൻ്റ് ആയിരിക്കും. ആ കർവ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം z = k എന്നൊരു പ്ലെയിൻ വെച്ച് ആ സർഫസിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻ്റർസെക്ഷനിൽ നമുക്കൊരു കർവ് കിട്ടും. ആ കർവിൽ ആയിരിക്കും xyk എന്ന പോയിൻ്റ് ഉണ്ടായിരിക്കുക. അത് സർഫസിലെ ഏത് പോയിൻ്റ് എടുത്താലും നമുക്കത് ഒരു കർവിലായിട്ട് കിട്ടും. എക്സാമ്പിൾ കാണാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എസ് ഈസ് ദ സ്പിയർ വിത്ത് ഇക്വേഷൻ x² + y² + z² = a², then the points of S with z = k are x² + y² + k² = a². അത് എന്താണ്? ഒരു കർവിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, z = k എന്ന പ്ലെയിൻ ഉപയോഗിച്ച് x² + y² + z² = a² എന്ന സ്പിയറിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് z = k ആയി. സോ അവിടെ നമുക്കൊരു സർക്കിളാണ് കിട്ടുക. സ്പിയറിനെ z = k എന്ന പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ റേഡിയസ് k² - a² - k² ഉള്ള ഒരു സർക്കിളിൻ്റെ പോർഷനാണ് കിട്ടുക. ഒരു സർക്കിളാണ് കിട്ടുക. ദാറ്റ് ഈസ് fk ഈസ് ദ സർക്കിൾ വിത്ത് റേഡിയസ് √a² - k² ആൻഡ് സെൻറ്റർ അറ്റ് 0, 0 for mod k less than a. As k varies from -a to a, each point of the sphere is covered by one such circle. Thus, we may think the sphere as being generated by such circles. അതായത് കെയുടെ വാല്യൂസ് -a തൊട്ട് +a വരെ ഇവിടെ വരാൻ പറ്റുള്ളൂ. കാരണം സ്ക്വയർ റൂട്ട് ആണല്ലോ. a² - k² ≥ 0 ആണ്. സോ കെയുടെ വാല്യൂ -a തൊട്ട് +a വരെയുള്ള വാല്യൂസ് വരാം. അത് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും? ഓരോരോ സർക്കിൾസ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്പിയറിലെ എല്ലാ പോയിൻറ്റും ഏതെങ്കിലും ഒരു സർക്കിളിലായിരിക്കും കിടക്കുക. Thus, we may think that the sphere as being generated by such circles. അതേപോലെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ സർഫസ് എഫ് ഓഫ് എക്സ് വൈ സെഡ് = 0 എന്ന് പറയുന്ന സർഫസ് z = k യും z = k കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന അവിടുത്തെ കേർവ്സ് ഉണ്ടല്ലോ, ആ കേർവ്സ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തതാണെന്ന് പറയാം. ഇൻ ജനറൽ വി ക്യാൻ തിങ്ക് ദ സർഫസ് 1 ആസ് ബീങ് ജനറേറ്റഡ് ബൈ എ കേർവ്സ് 3. അടുത്ത കേർവ്സ് ഇൻ എ സ്പേസ്. ഇഫ് എ പോയിന്റ് whose coordinates are x, y, z lies on a surface
S1, then there must be a relation of the form f of xy z equal to 0. Also, when xyz lies on a surface S2, its coordinates will satisfy the relation g of xyz equal to 0. The points common to S1 and S2 satisfies the pair of equations f of xyz equal to 0, g of xyz equal to 0. Now, the two surfaces S1 and S2 will in general intersect in a curve C. Therefore, in general 4 represent a curve in space. സോ നമ്മൾ ഒരു സ്പേസിലെ ഒരു കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? രണ്ട് സർഫസുകളുടെ ഇൻ്റർസെക്ഷനാണ്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0, ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 രണ്ട് സർഫസുകളാണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ആണ് നമ്മളൊരു കർവ് ഇൻ സ്പേസ് എന്ന് പറയുന്നത്. അടുത്തത് ഡെഫിനിഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ജസ്റ്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ബൈ എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വി മീൻ ആൻ ഇക്വേഷൻ ഓഫ് ദി ഫോം f of x, y, t, etc. u, ux, uy, etc. uxy, uxt, etc. equal to 0, involving two or more independent variables x, y, t, etc. and one dependent variable u in some domain D and its partial derivatives ux, uy, ut, etc. uxy, uxt, etc. and are continuous. അതായത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺനോൺ ഫംഗ്ഷൻ വിത്ത് മോർ ദാൻ 1 വേരിയബിൾസും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കൂടെ ചേർന്നതാണ് ഒരു ഇക്വേഷനെയാണ് വിളിക്കുന്നത്. ഇവിടെ അതാണ് തന്നിട്ടുള്ളത്. ഇവിടെ യു എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞു. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ തന്നെയാണ് ഇവിടുത്തെ അൺനോൺ ഫംഗ്ഷനും. ഡിപ്പെൻഡ്സ് ഓൺ x, y, t such independent variables. സോ ഇവിടെ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡിപ്പെൻഡ്സ് ഓൺ ദ വേരിയബിൾസ് x, y, t എക്സെട്ര എന്ന് പറയാം. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ചേർന്നാണ് ഒരു ഇക്വേഷനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഓർഡർ ഓഫ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു, അതുകൊണ്ട് വായിക്കാം. The order of a partial differential equation is the order of the highest partial differential coefficient appearing in it. അതായത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഹയസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഓർഡറിനെയാണ് നമ്മൾ ഓർഡർ ഓഫ് ദ ഇക്വേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. ആ എക്സാമ്പിളിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓർഡർ 2 ആണ്. സോ ഓർഡർ ഓഫ് ദ ഇക്വേഷൻ 2 ആണ്. അതിൻ്റെ തൊട്ട് താഴെ ഡോ യു ബൈ ഡോ എക്സ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഡോ യു ബൈ ഡോ ടി ഈക്വൽ ടു 0. ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ ടി ആണ്. രണ്ടിൻ്റെ ഓർഡർ 1 ആണ്. സോ ഓർഡർ ഓഫ് ദ ഇക്വേഷൻ 1 ആണ്. അതേസമയം ഇവിടെ ഡിഗ്രിയാണ് 2 ആണ്. ഡിഗ്രി ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് 1 ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതിൻ്റെ പവർ അതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. സോ അതിൻ്റെ ഡിഗ്രി 2 ആണ്. എ ഫസ്റ്റ് ഓർഡർ PDE ഫോർ ആൻ അൺനോൺ ഫംഗ്ഷൻ u of xy x1 x2 etc. xn ഹാസ് ദ ഫോളോവിങ് ജനറൽ ഫോം. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ PDEയുടെ ജനറൽ ഫോമാണ് പറയുന്നത്. ഫസ്റ്റ് ഓർഡർ PDE എന്ന് പറയുമ്പോൾ ആ ഇക്വേഷനകത്തുള്ള ഫസ്റ്റ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് അതിൻ്റെ ഹയസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കണം. ഓക്കെ, ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആൻ അൺനോൺ ഫംഗ്ഷൻ u of x1 x2 etc. xn or has the following general form. That is a function of x1 x2 etc. xn ux1 ux2 ux3 etc. uxn equal to 0. where f is a given function of 2n+1 വേരിയബിൾസ്. അതായത് യു എന്ന് പറയുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു അൺനോൺ ഫംഗ്ഷൻ വിത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ വേരിയബിൾസ് x1 x2 etc. xn. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. സപ്പോസ് ദാറ്റ് അത് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും 1 ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉള്ള
കേസിൽ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ദാറ്റ് ദെയർ ആർ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ and a dependent variable z. If we write dou z by dou x equal to p, dou z by dou y equal to q, the first order partial differential equation is of the form f of x y z p comma q equal to 0. അത് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം ഇൻ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് 1 ഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ള കേസിൽ. ഇനി അടുത്ത ക്ലാസ്സിൽ ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡീറ്റെയിൽ ആയിട്ട് കാണാം.